യെസ് ഗൈസ്, ഞങ്ങൾ ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. കൈയൊക്കെ കാണിച്ചു കൊടുക്ക്, പണിയെടുക്കണ ആളെ. ഇവിടെ ഇതെന്തിനാ വെച്ചിക്ക? പൊരിച്ചാവാൻ വേണ്ടി വെച്ചിക്കാണ്. ചിക്കൻ പൊരിച്ചത് ഇതാണ്. അപ്പൊ എന്താണ്, ചോറും ചിക്കനോ? എന്തിനാ മണം വരുന്നുണ്ടോ? മണത്തോക്ക്. എന്തിനാ മണം വരുന്നേ? ചിക്കൻ കോയിന്റെ മരോ? ഈ നേരത്തെ എന്തിന്റെ മണം വരുന്നുണ്ട് എന്ന് പറഞ്ഞീനല്ലോ. എന്തിന്റെ മണ? സോഡന്റെ അല്ല, ചിക്കൻ മസാല. നേരത്തെ മലാസ നീനല്ലോ പറഞ്ഞോണ്ടിരുന്നേ. ഇപ്പൊ നിങ്ങളാണ് ഇവിടുത്തെ ഷെഫ്. ഓക്കെ, വേറെന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? ചോറും ചിക്കനും ആണ് ഇന്നത്തെ സ്പെഷ്യൽ. ചോറ് ആരാ ഉണ്ടാക്കിയത്? ചോറ് അതാ ഇരിക്കണുണ്ട്. ചോറ് ഉണ്ടാക്കിയതാരാ? ഇമ്മേ. നിങ്ങള് വലിയ ഷെഫായിട്ട് ചോറൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ബായി. ഭയങ്കര ദാരുണമായിട്ടുള്ള നോട്ടാണ്. ചിക്കൻ അവിടെ കിടന്ന് ഫ്രൈ ആവണത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഇരിക്കണതാണ്. ചിക്കനില് നിങ്ങൾക്ക് ഏത് കളറാ? അല്ല, ഏത് പീസാ? ഏത് പീസാ? അതില് കൈയിടാൻ നിക്കണ്ട. പിന്നെ കൈ കണ്ട് ഫ്രൈ ആയാണ്ട് കിട്ടും. പിന്നെ അത് തിന്നേണ്ടി വരും വായിൽ വെച്ചിട്ട്. ജിറാഫിനെ പോലെ ഇരിക്കണ പീസാണ് ചിക്കൻ. ഓക്കെ, ചിക്കൻ കാല്. ഇതിലത്തത് തൊട്ട് കാണിച്ചു തരികയാണോ വീഡിയോയിലുള്ളത്? ഓക്കെ ഗൈസ്, ഈ പീസാണ്. ഈ പീസ് ലെഗ് പീസ്. ഓന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതിൽ ഡിസ്പ്ലേമ തൊട്ട് കാണിച്ചു തരാണ്. ഇതാണ്, ഈ പീസാണ്, ഈ പീസാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയൂ. ഞാനാണ് ഗൈസ് ഇവിടെ ഫുൾ പണിയെടുക്കണേ. ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. ഞാനാണ് ഇവിടുത്തെ ഗൃഹനാഥൻ. എന്ത് ക്രിസ്മസ് അപ്പൂപ്പനോ? എന്താണ് ഇവിടുത്തെ? ഗ്രിസ്ക്രാസ് അല്ല, ഗൃഹനാഥൻ. ഗൃഹനാഥൻ, ഗ്രിഗറി അല്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനാണ് ഇവിടുത്തെ ഗൃഹനാഥൻ. എനിക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അല്ല, റെസ്പോൺസിബിലിറ്റീസ്. ഞങ്ങൾ എല്ലാരും കൂടി പുതിയ പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് നവീദിനെ കെട്ടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നവീദ് ഇവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിക്കണ്. ഓക്കെ, പെണ്ണിനെ കണ്ടുപിടിച്ചിക്കണോ? എവിടെ? ഞാനാണോ പെണ്ണേ? ഓ ഇന്നാണ് ഗൈസ് കെട്ടാൻ പോണത്. അതാകുമ്പോ ഉപ്പാക്കും ഉമ്മാക്കും ചെലവ് പറഞ്ഞിട്ടിയല്ലോ അല്ലേ? അതെ ഗൈസ്, ഇമ്മച്ചീനെ ഇപ്പച്ചിയാണ് കെട്ടിയത്. അപ്പൊ ഓൻ ഇനിയും അതെ, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ആരും പുറത്തേക്ക് കൊടുക്കലില്ല. ഇമ്മച്ചി ഇപ്പച്ചീനെ കെട്ടി. ഓ എന്നെ കെട്ടും. എന്റെ മറ്റേ അനിയനെ മറ്റേ അനിയത്തിനെ കെട്ടും. ചിക്കൻ ആയി എന്നാ തോന്നണം. അപ്പൊ ഞങ്ങളിത് പാത്രത്തിൽ ആക്കിയിട്ട് വരാം ഗൈസ്, അടുത്ത ഇതൊക്കെ ആയിട്ട്. അടുത്ത ചിക്കൻ ഇടാൻ വേണ്ടി പോവാണ്. അടുപ്പത്ത് പണിയെടുക്കുമ്പോ നോക്കിക്കോ. അവൻ അടുത്ത ചിക്കൻ ഇട്ടു. ഇനി ബാക്കി ഞാൻ ഇടാൻ വേണ്ടി കാത്തുക്കിയിരിക്കൂലേ? ഞാൻ ഇട്ടോളാം. കാട്ട്. ചിക്കന് ടേസ്റ്റ് ഇട്ടണമെങ്കിൽ കരുവേപ്പിന്റെ ഇടണം. എന്തൊരു കാണിക്കണ അവിടെ നിന്നിട്ട് മോനെ. ഓരോന്ന് നുള്ളി പെറുക്കിടുമ്പോക്കിന് അത് എന്ത് എടുത്ത് നാളത്തേക്ക് തിന്നാനുള്ള സമയാവും. എവിടെ നിന്നിട്ടാ പണി എടുക്കണോക്കോന്? അട്ടത്ത് കയറി നിന്നിട്ട്. അതിടൊന്നും വേണ്ട, അത് ഇടാൻ പാടില്ല. ഒരു മാസ്റ്റർ ഷെഫ് വന്നിക്കണം ഇവിടെ ഉമ്മാനെയൊക്കെ സഹായിക്കാൻ വേണ്ടിട്ട്. ഇവിടെ ഉള്ളവരെ കോന് നോക്കിക്കൊണ്ട് എന്നാണ് പറയണത്. നമുക്ക് കൈ നവീദോ അടങ്ങി ഉത്തർക്ക്. ഗൃഹനാഥൻ വിശ്രമിക്കാനായില്ലേ? ഗൃഹനാഥന് പക്ഷെ ചിക്കൻ തിന്നാൻ പറ്റൂലല്ലോ, ഛർദിയല്ലേ. അവിടെ എന്ത് ചെയ്യും? ഗൃഹനാഥൻ എന്നൊക്കെ പറയുമ്പോ ഒരു ഗമുണ്ടോ? ഡോക്ടർ പറഞ്ഞത് ഈ ഇവിടക്ക് 2 സൂചി കുത്താനാണ്. നോയോ? മരുന്ന് കുടിച്ചാ മതി എന്നല്ല പറഞ്ഞത്. 2 സൂചി അങ്ങോട്ട് കുത്തി വെക്കണമെന്ന്. മരുന്ന് കുടിക്കാൻ മടിയാണ് കൈസ്ബൻക്ക്. ഇജെന്താ മരുന്ന് കുടിക്കുന്നു? സൂചി കുത്താൻ നേരം പട്ടത്ത് കയറുന്നിട്ട് കാര്യമൊന്നുമില്ല. തീ ഇച്ചിരി കൂട്ടി വെക്കണം. അത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്ങാനും പൊരിയോ? എന്നോട് ഞാൻ പറഞ്ഞു അതിൽ കൈ അധികം അങ്ങനെ ഇട്ട് ഓയിൽ ഇങ്ങനെ ഇടക്കല്ലേന്ന്. വലിയ മാസ്റ്റർ ഷെഫാണ്, ഒന്നിനോട്ട് പറ്റാത്തൊരു ഷെഫ്.
ഇലൊക്കെ കൈകൊണ്ടെടുത്താ പൊള്ളുട്ടോ. ശരി, എല്ലാവർക്കും ഒരു പാട്ട് പാടി കൊടുത്താ. എന്താ എക്സ്പ്രഷൻ ഇങ്ങനെ ഇടണ്? പാട്ട് പാടി കൊടുക്കേ. അയ്യേ അയ്യേ, പാട്ടറിയില്ല പൊട്ടാന്നോ? അപ്പൊ ഞങ്ങൾ ചിക്കൻ കൊണ്ട് ചോറ് തിന്നിട്ട് വരാം. ബൈ ബൈ പറയും. ബൈ ബൈ സീ യു താത്തമ്മേ. ഗ്യാസിന്റെ അടിയിൽ പോയിട്ട് തീ ഊതി കൊടുക്കണ കുട്ടി എന്തെല്ലാം കാണണല്ലേ. മൂട്ടിനിട്ട് 2 ചവിട്ട് കൊടുക്കാൻ വേണ്ടിയത്. ഏയ്